ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെ ചിരിയും ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുടെ വെപ്രാളവും കുഞ്ഞുണ്ടാവണതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ ആകെപ്പാടെ ചന്ദ്രയെ പിടിച്ച് ഒലിച്ചിരിക്കുക കേട്ടോ. അവരങ്ങനെ സമയമായല്ലോ, പെട്ടെന്ന് എവിടേക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നിങ്ങനെ രേവതി പറയാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ സച്ചി മേളിലേക്ക് കയറി ഓടുകയാണ്. ആ സമയത്ത് ഇവിടെ ശ്രുതി ചോദിക്കുന്നുണ്ട് ചന്ദ്രയെടുത്ത്, എന്താ രേവതിക്കൊക്കെ ഒരു മാറ്റം, മുഖത്തൊക്കെ നല്ല സന്തോഷമൊക്കെ ഉണ്ടല്ലോ. എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്നു, അത് തന്നെ. അപ്പോൾ തന്നെ ഉടനെ ചോദിക്കണം കേട്ടോ നമ്മുടെ ശ്രുതി, എന്താ അമ്മേ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് പറഞ്ഞേ. അതൊന്നും നീ അറിയണ്ട, നീ കയറിപ്പോടാ. പിന്നെ ശ്രുതി മോളെ, നീ പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കണം. രേവതി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുന്നേ നീ ആദ്യം പ്രസവിക്കണം കേട്ടോ. ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞങ്ങ് പോകട്ടോ. കുശുമ്പ് പിടിച്ച ചന്ദ്ര അവിടെ അങ്ങനെ നിൽക്കണം. സച്ചി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറാനായിട്ട് വരുമ്പോഴാണ് ഇത് രേവതി കയറി വരുന്നത് കേട്ടോ. പെട്ടെന്ന് സച്ചിക്ക് നാണാവാണ്. രേവതി പെട്ടെന്ന് എന്താ ചെയ്യുന്നറിയോ, ടവലെടുത്ത് ദേഹം മുഴുവനും മൂടുക കേട്ടോ. അപ്പം മൂടുമ്പോഴത്തേനും രേവതി പറഞ്ഞു, അതെന്തിനാ ഇങ്ങനെ നാണം? നീ അവിടെ നിന്നോ, ഞാനിവിടെ ഡ്രസ്സൊക്കെ എടുക്കുന്നതാ, അതാന്ന് പറയാം. ഡ്രസ്സ് എടുക്കണ്ട, ഞാൻ ദേ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ധരിച്ചാൽ മതി. അയ്യോ ഇത് പാൻറ്റ് ഷർട്ടും അല്ലേ, ഇതെങ്ങനെ ഞാൻ ധരിക്കണേ? അതിനെന്താ കുഴപ്പം? ഇത് പുതിയതല്ലേ, കാർ ഓടിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ട്, പിന്നല്ലാണ്ട് കാർ ഓടിക്കാൻ പോയി എന്ന് പറഞ്ഞ് നല്ല ഡ്രസ്സ് ഇട്ടുവിടാന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നല്ലത് തന്നെ ധരിക്കണമെന്ന് പറയട്ടോ. അങ്ങനെ സച്ചിയെ കൊണ്ട് ആ ഒരു ഡ്രസ്സ് ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറഞ്ഞിട്ട് അത് മാത്രം പോരാ, ഇൻഷർട്ട് ചെയ്യണം. അയ്യോ അതൊന്നും വേണം, കാർ ഓടിച്ചാലും പോയാലും നല്ല രീതിയിൽ നടക്കണമെന്നാണ് എനിക്കാഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട്, നീ പൊക്കോ ഞാൻ ചെയ്തോളാം. അപ്പോൾ രേവതി പറഞ്ഞിട്ട്, ഞാൻ ഇൻഷർട്ട് ചെയ്ത് തരാൻ പോയി പിടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ നീ എൻ്റെ ദേഹത്തൊന്നും തൊടല്ലേ എന്നും പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ രേവതി താഴെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോഴാണ് എല്ലാവരും വരുന്നുണ്ട് കഴിക്കാനൊക്കെ ആയിട്ട്. ആ സമയത്താണ് പറഞ്ഞ് നമ്മുടെ സച്ചി ഇൻഷർട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ രേവതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. രേവതി പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിക്കുന്നുണ്ട്, അച്ഛാ ഓടി വന്നേന്ന്. അങ്ങനെ ശ്രീയും അച്ഛനും കൂടെ വന്ന് ഭയങ്കരമായിട്ട് സച്ചിയെ അഭിനന്ദിക്കുക കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ, ചേട്ടൻ നല്ല ചേർന്നുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവിടെ ശ്രുതിയും കൂടെ അമ്മങ്ങി ചിരിക്കുക കേട്ടോ. ഉടനെ തന്നെ ചന്ദ്ര കണ്ടിട്ട് ഓടി വന്ന് പറയല്ലേ, എത്ര മണിക്കാണ് നിനക്ക് ഫ്ലൈറ്റോ? അതെ, ഫ്ലൈറ്റ് ഓടിക്കാൻ പോകുന്ന പോലെയല്ലേ അവൻ ടിപ്പ് ടോപ്പായിട്ട് ഇറങ്ങി വന്നേക്കണത്. കാർ ഓടിക്കാൻ പോകുന്നത് ഇൻഷർട്ടൊക്കെ ചെയ്ത് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് കളിയാക്കുക കേട്ടോ. കാലിയെ മേയ്ക്കാൻ പോകുമ്പം ഡ്രസ്സൊക്കെ ഇൻഷർട്ട് ചെയ്ത് പോകില്ലേ, അതുപോലെ പോണതുപോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് കളിയാക്കുക കേട്ടോ പാവം സച്ചിനെ. അപ്പോൾ സച്ചിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഉടനെ തന്നെ രേവതിക്ക് അങ്ങ് നല്ല ദേഷ്യം വരാണ് കേട്ടോ. അപ്പോൾ രേവതി പറഞ്ഞു, നിങ്ങളെല്ലാവരോടും എന്തിനാ ഇങ്ങനെ കളിയാക്കണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡ്രസ്സ് നല്ല പോലെ സച്ചിയുടെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പം? അതും പോരാഞ്ഞിട്ട് കാർ ഓടിക്കണമെന്ന് പറഞ്ഞ് ഡ്രസ്സ് ചെയ്തുവിടാ എന്നുണ്ടോ? നല്ലതായിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. തന്നെ മനസ്സിലാവണുണ്ട് എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ പാവം സച്ചിനെ കളിയാക്കി കൊല്ലണുണ്ട് കേട്ടോ. പക്ഷേ ശ്രീ വന്നിട്ട് പറയുന്നുണ്ട്, അവരവരെ ഇഷ്ടമാണ് ഡ്രസ്സൊക്കെ ധരിക്കുക എന്ന് പറയുന്നത്. എന്തായാലും ഏട്ടന് നല്ല ചേരുന്നുണ്ട്, ഇനി എന്നും ഇങ്ങനെയൊക്കെ തന്നെ നടന്നാൽ മതി കേട്ടോ എന്ന് പറയട്ടോ. അങ്ങനെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴേ നിൻ്റെ അടുത്ത് ഷർട്ടൊക്കെ ഇൻഷർട്ട് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കണം? രേവതി പറഞ്ഞപ്പോൾ നീ ചെയ്തുല്ലേ, ഒരുവൻ നന്നാവാൻ അവൻ്റെ ഭാര്യ വിചാരിച്ചാലും പറ്റും എന്നിങ്ങനെ അച്ഛൻ പറയാട്ടോ. അതിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുമ്പോഴത്തേക്കും സച്ചിയും നല്ല കൊടുക്കുന്നുണ്ട്. ആർക്കാ? നമ്മുടെ ശ്രുതിക്ക്. നീ കൂടുതൽ ചിരിക്കാതെ, ഞാനേ ഇൻഷർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കാർ ഡ്രൈവർ ആണെങ്കിലും ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ടാണ് എൻ്റെ ഈ ഷർട്ടും പാൻറ്റും വാങ്ങിച്ചത്. നീ അങ്ങനെയാണോടാ, കണ്ടവൻ്റെ പൈസ കൊണ്ടല്ലേടാ നീ ഇതൊക്കെ വാങ്ങിക്കുന്നത്, നാണോ ഉണ്ടടാ നിനക്ക് എന്ന് പറയണോ. സച്ചിനെ അടിച്ചമർത്തി അവിടെ വെക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും അവരവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഏട്ടന് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആഹാരമൊക്കെ കഴിക്കുന്ന സമയമായി എന്ന് പറഞ്ഞിട്ട് പൂരിയും കറിയും എടുത്ത് കൊടുക്കട്ടെ സച്ചിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ സച്ചി പറഞ്ഞു, എനിക്ക് വേണ്ട സമയമായി രേവതി, ഞാൻ പോട്ടെ. ഇല്ല കഴിച്ചിട്ട് പോയാൽ മതി നിർബന്ധിക്കും. ഇതൊന്നും കണ്ടിട്ട് അവിടെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇവരെ അടികൂടുന്നതാണ് ഒരു ചന്ദ്രയ്ക്ക് ഇഷ്ടം. പെട്ടെന്ന് തന്നെ വായിലെടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് രേവതി കേട്ടോ. ആരും പ്രതീക്ഷിക്കാതെ സച്ചിയും അന്തം വിട്ടുപോയി. കഴിച്ചിട്ട് പോയാൽ മതി, 2-3 വായ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പറയണം, ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പം എടാ സുധി, നീ എന്താ കഴിക്കുന്നില്ലേ? പിന്നെ നിൻ്റെ ഭാര്യ പറഞ്ഞു നിനക്ക് എന്തോ ഒരു ഡിറ്റി വരുമല്ലേ, എന്താടാ അത്? ചേട്ടാ, അപ്പോൾ ശ്രീ പറയാനുണ്ട്, അത് അസിഡിറ്റിയാണ്. നിൻ്റെ ഭാര്യ പറയുമ്പോൾ നീ ABC ജ്യൂസും കൂടെ കുടിച്ചാൽ അവിടെ ഇരുന്നോ, നല്ലതൊന്നും കഴിക്കണ്ട. അവനവന് വേണമെന്നുള്ള അവനവന് ആഗ്രഹം സാധിക്കണം, മറ്റുള്ളവരുടെ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നിങ്ങനെ സുധിക്ക് ഉപദേശം കൊടുക്കട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. സുധി
പോണ വഴിക്ക് സുധി എടുത്ത് പറയുന്നുണ്ട്, എടാ സുധി, നീ വേണമെങ്കിൽ പോയി ആ പൂരിയൊക്കെ കഴിക്ക്, ABC ജ്യൂസും കഴിച്ചുകൊണ്ടിരുന്നാലേ നീ ആശുപത്രിയിലാവും അവസാനം എന്ന് പറയാം. അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ടാറ്റയൊക്കെ അപ്പോൾ അമ്മയുടെ കുശുമ്പ് കാരണം ഇവിടെ ചന്ദ്രയ്ക്ക് പൊറുതി ഇല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഇതൊന്നും കണ്ടിട്ട് മോള് വിഷമിക്കണ്ട, ഇത് ഇന്നത്തെ ഒരു ദിവസമേ ഉള്ളൂ. ഇവനാണെങ്കിൽ കളിമണ്ണാണെങ്കിൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുള്ളൂ. രേവതിക്ക് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളെപ്പോലെ അവനും ടിപ്പ് ടോപ്പായിട്ട് നടക്കണം എന്നൊക്കെ. അതാണ് അവൾ അവനെ കൂടി സഹായിച്ചെടുക്കുന്നത്. പക്ഷെ അവൻ നടക്കാൻ പോണില്ല. അവൻ കടൽ മണ്ണാണ്, വെള്ളം നനഞ്ഞാൽ ഒലിച്ചു പോകും, ഇവൻ്റെ സ്വഭാവം ഉടനെ തന്നെ മാറും എന്ന് ചന്ദ്ര സമാധാനിക്കാനോട് ഇത്രയും പറഞ്ഞിട്ട്. അപ്പോൾ പോകാനിറങ്ങി സച്ചിക്ക് ടാറ്റ കൊടുക്കാനായിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചിക്ക് അതൊക്കെ അത്ഭുതമായിട്ട് തോന്നാൻ കേട്ടോ. ഇതിൻ്റെയൊന്നും ആവശ്യമുണ്ടോ? ഉണ്ട്, പിന്നെ കുട്ടികളല്ലേ ഇതൊക്കെ ചെയ്യണം. അങ്ങനെയല്ല, ഭർത്താക്കന്മാർക്കും ഭാര്യമാരുടെ ടാറ്റ എല്ലാം കൊടുക്കും. പിന്നെ നമുക്ക് ഒന്ന് സെൽഫി എടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ സെലിബ്രിറ്റി അല്ലല്ലോ, എൻ്റെ സെലിബ്രിറ്റി തന്നെയാണ് നമ്മൾ സെൽഫി എടുക്കുക. ഇതുപോലെ തന്നെ അകത്ത് വെച്ച് അച്ഛനും ശ്രീയും കൂടെ ഒത്തിരി ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ സച്ചിയുടെ ഒറ്റയ്ക്ക് നിന്ന് ഇൻഷർട്ടൊക്കെ ചെയ്ത് വന്ന സമയത്തും. അങ്ങനെ അവർ രണ്ടും കൂടെ സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.